നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ അമ്മ വീട്ടിലാണുള്ളത്. അമ്മ വീട്ടിൽ അമ്മയ്ക്ക് കുറച്ച് പാടമുണ്ട്, ഇവിടെ കുറച്ച് നെൽകൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ലൈഫ് ഓഫ് അരുൺ സുമിയിൽ നമ്മൾ ഇവിടുത്തെ പാടവും വീടും അമ്മയുടെ ആങ്ങളമാരുടെ വീടും എല്ലാം കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ലൈഫ് ഓഫ് അരുൺ സുമിയിൽ ആ വീഡിയോസ് ഒന്ന് എടുത്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെയും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ലൈഫ് ഓഫ് അരുൺ സുമിയിൽ നമുക്ക് സബ് ചാനൽ കൂടെ ഉണ്ട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതും കൂടെ കാണാത്തവരൊന്ന് കയറി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അമ്മയുടെ നെൽപ്പാടത്ത് ഇന്ന് നെല്ല് കൊയ്യാൻ വേണ്ടി കൊയ്ത്തിഞ്ചിനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ മാതിരില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേച്ചിമാരൊക്കെ ചേർന്ന് നെല്ല് കൊയ്യും. പണ്ട് തൊട്ടേ ഉള്ള നെൽകൃഷി കേട്ടോ. അതായത് അരുണേട്ടൻ്റെ അമ്മേൻ്റെ അമ്മ, അതായത് അമ്മമ്മേൻ്റെ കാലം മുതലേ ഈ പാടത്ത് കൃഷി ഉള്ളതാണ്. അമ്മമ്മ ഇപ്പം ഇല്ല, പക്ഷെ അമ്മമ്മയ്ക്ക് ശേഷം ഇപ്പം അമ്മയാണ് അമ്മേൻ്റെ പാടത്ത് ഇപ്പം നെൽകൃഷി ചെയ്യുന്നത്. അമ്മേൻ്റെ ചേച്ചി അമ്മേൻ്റെ അനിയത്തി ഇവരും 3 പേരുടെയും കൊണ്ടുള്ള പാടമാണ് കേട്ടോ. അപ്പം പക്ഷേ അമ്മയാണ് ഇപ്പം നെല്ലൊക്കെ ഇറക്കി ചെയ്യുന്നത്. അമ്മ ഇപ്പോൾ നമ്മളിപ്പോൾ മലാവി പോയ ഈ 3 വർഷം അമ്മ ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊയ്ത്താണ്. അപ്പം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല. അരുണേട്ടൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. ഞാൻ നെല്ല് കൊയ്യുന്ന കണ്ടിട്ടുള്ള ആളുകൾ സാധാരണ കൊയ്ത് എടുത്തു കൊണ്ടുവന്ന് നെല്ല് മെതിച്ച് എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നെല്ല് പുഴുങ്ങൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മമ്മ ഇവിടെ ചെയ്യുകയും അതിൻ്റെ കൂടെ പങ്കുചേരൊക്കെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അമ്മയൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇപ്പം മെഷീനാണെല്ലാം. മെഷീൻ നടുന്നത് മെഷീന്, കൊയ്യുന്നത് മെഷീൻ, അങ്ങനെ ഇപ്രാവശ്യം നട്ടത് വരെ തന്നെയാണ്. പക്ഷെ അടുത്ത കൃഷി ഇറക്കുമ്പോൾ നടാനുള്ള മെഷീൻ വരും അമ്മ ഇപ്പോൾ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊയ്യാൻ യന്ത്രം വന്നിട്ടുണ്ട്. അതപ്പോൾ കൊയ്ത് നെല്ല് വേറെയും അതിൻ്റെ കച്ചി വേറെ ആക്കി തരും. അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷയിലാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്കൊന്ന് പാടം കണ്ടിട്ട് വരാം. മെഷീനൊക്കെ ഓൺ ആവുന്നതേ ഉള്ളൂ, ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ പാടം കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ പാടത്തെത്തി. പുൽനാമ്പുകളിലൊക്കെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീഴാനായി നിൽക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ പാടത്തും പറമ്പത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അമ്മയുടെ നെൽപ്പാടം എന്ന് പറയുന്നത്. ഇന്നലെ വൈകുന്നേരം ആ ഒരു സൈഡിൽ നിന്ന് നെല്ല് മെഷീൻ കൊയ്തു. അവിടെ ട്രാക്ടർ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ട്രാക്ടറല്ല, നെല്ല് കൊയ്യുന്ന മെഷീനാണ്. അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു പാടം ഇങ്ങനെ അങ്ങ് എൻഡ് വരെയാണ് അമ്മയുടെ കൃഷി എന്ന് പറയുന്നത്. ഇത് വേറെ ആളുടെ കൃഷിയാണ്. അങ്ങനെ ഒരുപാട് നെൽകൃഷികളുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതെ, കൃഷി ഓഫീസ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് ആളുകളെല്ലാം അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനും ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യണം എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കൊക്കെ കൂടുതൽ അറിവ് വന്ന കൃഷി ഓഫീസിൽ നിന്നുള്ള സഹകരണം കൊണ്ടാണ്. അവർ നന്നായി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. നെൽമണികളിലൊക്കെ മഞ്ഞ് ഇങ്ങനെ ഇറ്റ് വീഴാനായി നിൽക്കുന്നുണ്ടോ. കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും കൃഷിയിടങ്ങൾ. അതുകൊണ്ടാണ് കൃഷി ശരിക്കും ഉണ്ടല്ലോ എത്രയും ആളുകൾക്ക് പണത്തിനപ്പുറത്ത് ഭയങ്കര ഒരു സന്തോഷം നൽകും. മാനസികമായ സന്തോഷവും ഉല്ലാസമൊക്കെ നമുക്ക് കൃഷി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നില്ലേ? സിനുവിന്റെ അമ്മയാ ഇവിടെ വീട്. അപ്പൊ അമ്മയും ചേച്ചിയൊക്കെ ഷീറ്റും കൊണ്ടൊക്കെ വരികയാണ്. കൊയ്തിട്ട് ഇവിടെ തന്നെ ആട്ടോ നെല്ലിടുന്ന, പാടത്ത് തന്നെ ഇടുന്നത്. ഇതാണ് നമ്മുടെ കർഷക അമ്മ. ഇവിടെ അതിനെക്കാട്ടി വലിയ കർഷകയാ. ഇവിടെ അതിനെക്കാട്ടി വലിയ കർഷകയാ. 2 കർഷക സ്ത്രീകളും വന്നിട്ടുണ്ട്. നിന്നെ ഉണ്ടാവും യൂട്യൂബ് ചാനലിൽ നമ്മ ചേച്ചിനോട് വന്നിട്ട് കണ്ടിട്ടോ. അവര് അവിടെ നിന്നാണ് 2 ദിവസം നിൽക്കാൻ പോയതായിരുന്നേ. അപ്പൊ ഇന്ന് അവിടെ വിരുന്താവും ചെറിയവരൊക്കെ. ഇത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോരാറും ഞാൻ അത്ര പോകുന്നില്ല.
അപ്പം അങ്ങനെ രാവിലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പ് എത്തിയെന്ന് പറയാൻ പറ്റില്ല. സൂര്യൻ ഉദിച്ച് വരുന്നതിനോട് കൂടെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ വെയിലൊന്നുമില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ജലദോഷം ഉണ്ട്, അതുകൊണ്ട് തണുപ്പ് പെട്ടെന്ന് അറിയണമുണ്ട്. അതെ, പക്ഷെ നല്ല രസമായിട്ട് ഞാൻ രാവിലെ പാടത്തൊക്കെ വന്ന് നിൽക്കാൻ നല്ല ശാന്തമായ സ്ഥലം, കാമായിട്ട് ഇരിക്കാൻ പറ്റും ഇവിടെ. പിന്നെ കിളികളുടെ ആ ഒരു ചെറിയ കളകള ആരവവും ഒക്കെ ആയിട്ട് വേറൊരു മൂഡാണ് നെൽപ്പാടത്ത് വന്നു കഴിഞ്ഞാൽ. അടിപൊളിയാ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഈ നെൽപ്പാടങ്ങളെല്ലാം കൊയ്ത് ഇന്നിപ്പോ ഫുള്ള് കൊയ്യൂലേ? ഫുള്ള് കൊയ്യും. അവിടെ വരെ ഉണ്ട്. ഇന്നലെ ശരിക്കും 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ 2 പാടം ഇന്നലെ കൊയ്ത് കഴിഞ്ഞു. നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് കൊയ്തില്ല അല്ലേ? ഇത് കൊയ്തില്ല. ശരിക്കും ഇന്നലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ പോയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചതെന്ന് വെച്ചാൽ അത് കൊയ്ത് പോവോ, വീഡിയോ എടുക്കാൻ പറ്റൂലേ എന്നൊക്കെ അല്ലേ. എന്തായാലും ഭാഗ്യം കൊണ്ട് ഇന്നാണ് കേട്ടോ കൊയ്യാൻ പോണത്. അപ്പോൾ ഏട്ടനെ കൊണ്ടിരുന്ന വീഡിയോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ലൈഫ് ഓഫ് ഫാൻസും വരുന്നുണ്ട്. കാരണം ലൈഫ് ഓഫ് ഫാൻസും നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അതിലുണ്ട്. അതെ, വീട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഹാപ്പിനെസ് എല്ലാം ലൈഫ് ഓഫ് അരുൺ സുമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുണ്ട്. മലാവി ഡയറി എന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് കണ്ടന്റുകളാണ് നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെ നെല്ല് കൊയ്യുന്ന ഞങ്ങളുടെ കൃഷിയൊക്കെ ഒരു വ്യത്യസ്ത കണ്ടന്റ് ആയതുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. ഇനി ഇപ്പോൾ നിലമ്പൂർ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. നിലമ്പൂർ തേക്ക് മ്യൂസിയവും അങ്ങനെ നിലമ്പൂരിന്റെ ചരിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടില്ല? അതെ, ഒരു ഓൾ കേരള ട്രിപ്പ് ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വരുന്നുണ്ട്. അപ്പം അതിന് ഞങ്ങളൊരു ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് എല്ലാ ആളുകളെയും കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്. ഓരോ ജില്ലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഞങ്ങൾ ആ ഒരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നെല്ല് കൊയ്യുക എന്നുള്ളതാണ്. അപ്പം മെഷീനിൽ നെല്ല് കൊയ്യുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നെല്ല് കൊയ്യുന്ന മെഷീൻ കഴിഞ്ഞ വർഷമൊക്കെ നെല്ല് മെഷീൻ തന്നെയാണ് വന്നിട്ടുണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനാണ് രാവിലെ തന്നെ അമ്മേൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നെല്ല് കൊയ്യാൻ തുടങ്ങും വിചാരിക്കും. അമ്മയാണ്ടോ നടക്കുന്നുണ്ടായില്ലാണ്ടോ. അമ്മ ഇതിൽ ഓടിപ്പാഞ്ഞ് നടക്കാൻ കേട്ടോ. അമ്മയ്ക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാണ്. വീട്ടിലുണ്ടല്ലേ, ഞങ്ങളിപ്പോൾ പുതിയ വീട് വെച്ചിട്ട് 3 വർഷമേ ഉള്ളൂ. അതിലില്ലാത്ത സാധനങ്ങളില്ല. പ്ലാവ്, മാവ്, പുളി, എന്താ പറയുക, എല്ലാം ഉണ്ട് അമ്മ നട്ടുണ്ടാക്കിയത്. ഒക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. പാടവരമ്പത്തു കൂടെ അങ്ങനെ പോവാണ്. അമ്മ ഒരൊറ്റ ഒരാളുടെ അധ്വാനമാണ് കേട്ടോ ഈ ഒരു പാടത്ത് ഈ കാണുന്ന നെല്ല് മൊത്തം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള പാടം മൊത്തം കളയൊക്കെ പറിച്ചത് അവർ ആൾക്കാരെ വെച്ചിട്ടാണ്. അമ്മ എന്ത് ചെയ്തെന്നറിയോ? അതൊന്നും വേണ്ട, ഞാൻ അങ്ങ് പറിച്ചോളാന്നും പറഞ്ഞ് 3 ദിവസം കൊണ്ട് നിന്ന് അങ്ങ് ഫുള്ള് പുല്ലും പറിച്ചു. പക്ഷെ അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് പുല്ലൊക്കെ പറിക്കാമെന്ന്. അപ്പം അമ്മ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ പറിച്ചോളാന്ന്. അപ്പം അമ്മ അപ്പുറത്തുള്ള ചേട്ടനൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. പാടവരമ്പത്ത് കൂടെ വരുന്ന കർഷകശ്രീ ചിരിച്ചു വരുന്നു. മരത്തിൽ നിറയെ തത്തമ്മ കേട്ടോ. അപ്പൊ അമ്മ പറയാണ് അമ്മയുടെ നെല്ല് മുഴുവൻ തത്തമ്മ നിർത്തുന്നു. ഇപ്രാവശ്യം എനിക്ക് ഈ കല്യാണം ഒന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം പകുതി നെല്ലും തത്തമ്മ ഒന്ന് തീർത്തു. നമ്മുടെ കല്യാണം പരിപാടിയൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തത്തമ്മയുള്ള നെല്ലെല്ലാം തിന്നു തീർത്തു പറയുന്നത്. തത്തമ്മ കുറച്ച് തിന്നട്ടെ, തത്തമ്മേന്റെ വിഷമം മാറട്ടെ. അമ്മ കിളീനെ പിടിക്കാൻ പോയ അമ്മേന്റെ കിളീനെ ഓടിക്കലോ. കിളിയ അമ്മ ഹുറന്നൊക്കെ പറയുന്നുണ്ട്. കിളിയൊന്നും പോണില്ല. അമ്മേനോട് ഞാനേ കിളീനെ ഓടിക്കല്ലേ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ മതി. അമ്മ കിളീനെ ഓടിച്ചു. നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ട് നല്ല കിളികളും ഒക്കെ ഉണ്ടാവുക. ഒരു കിളി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ എന്താ പറയുക, ഞാൻ തത്തമ്മ വരുന്നപ്പോൾ ഞാൻ കരുതി തത്തമ്മ ഓരോ നെല്ലും കൊത്തി തിന്നുന്നുണ്ടാവണം എന്ന് കരുതിയേ. അപ്പോഴാ അമ്മ പറഞ്ഞു ഒരു നെല്ലല്ല, ഒരു കതിരോടെ കൊത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് ഇവരെല്ലാവരും ഓടി വരുന്നത്. കാരണം ദൂരം അറിയാം 50, 100 തത്തവളുണ്ട്. എല്ലാവരും ഓരോ കതിരെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ.
ചോദിക്കട്ടെ, എന്താണ് കൊയ്യാത്ത വെച്ചാല് അവര് പറഞ്ഞു ഈ കടലിലുള്ള മഞ്ഞുവെള്ളം ഒന്ന് വറ്റിയിട്ട് കൊയ്യാൻ തുടങ്ങാന്. ഞങ്ങളതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഈ മരത്തിൽ നിറയെ തത്തകളാട്ടോ ഈ തേക്കില്. ആ തേക്ക് മൊത്തം തത്തയാണല്ലേ. ചുവന്ന ചുണ്ടുള്ള തത്തകള് അതിലുണ്ടാക്കുക. അമ്മക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇതങ്ങനെ കാക്കിരുന്നതൊക്കെ. കാക്ക എന്താ ചിക്കനോ. അപ്പൊ ഇതാണ് നെല്ല് കൊയ്യാൻ വന്നിട്ടുള്ള വണ്ടി. അപ്പൊ നമുക്ക് കാണാട്ടോ. എത്ര ആൾക്കാർ നിന്ന് പണിയെടുത്തെടുത്താണ് ഇപ്പോൾ ഒരു മെഷീൻ അടിക്കുന്നതല്ലേ. 10-12 പേര് പണിയെടുക്കുന്നിടത്ത് ഒരു മെഷീൻ അടിക്കും. അവിടുത്തെ കച്ചിയൊക്കെ മാറ്റണം. എന്നെങ്കിൽ അവർക്ക് ടാർപ്പ മരിച്ചിട്ട് ഉണക്കാൻ പറ്റുള്ളൂ. എന്താ പ്രശ്നം എല്ലാവരും പാടത്ത് ഉണക്കാൻ ചെയ്യണം. അപ്പോൾ ഇന്നലെ കൊയ്ത നെല്ലുകളെല്ലാം ടാർപ്പായിൽ ഇങ്ങനെ വിരിച്ചിട്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടി. പാടത്ത് തന്നെയാണ് വിരിച്ചിടുന്നത്. അപ്പോൾ ശരിക്കും ഒരു അരി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ. ഇങ്ങനെ ഒരു പാടത്ത് കൃഷി ചെയ്ത് ഇതിങ്ങനെ അതിരാവിലെയൊക്കെ വന്ന് ഇതുപോലെ നിലത്തിട്ട് ഉണക്കി ഇത് പിന്നെ പുഴുങ്ങി ഉണങ്ങി കുത്തി ഇത് കടകളിലേക്ക് എത്തണം. അപ്പോൾ എത്രയോ ആളുകൾ, ഏതെല്ലാം മതക്കാർ, ഏതെല്ലാം ജാതിക്കാർ, അങ്ങനെ പലരും കൈമാറി ആയിരിക്കും നമുക്ക് നെല്ലാണെങ്കിലും എല്ലാ സാധനങ്ങളാണെങ്കിലും വീടുകളിലേക്ക് എത്തുക. നമ്മുടെ കടകളിലേക്ക് എത്തി നമ്മൾ കടയിൽ പോയിട്ട് സിമ്പിളായിട്ട് വാങ്ങിയെടുക്കുന്ന സാധനങ്ങൾക്ക് ഇത്രയും റിസ്ക് ഉണ്ട്. ആളുകൾ, പണിക്കാർ, മെഷീനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടുന്ന ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെല്ല് കൊയ്യുന്ന മെഷീന് പരിചയപ്പെടുത്തരാം എങ്ങനെയാണെന്നുള്ളത്. ചിലർക്ക് അറിയാം, ചിലപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ എന്നെ പോലെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു റോളാണ്. ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ഈ ബ്ലേഡാണ് നമ്മുടെ നെല്ലിനെ കൊയ്യുന്നത്. കൊയ്തിട്ട് ഈ ഒരു റോളുണ്ട്, അതിങ്ങനെ കറങ്ങും. അതിനുള്ളിലേക്ക് നെല്ല് കയറിയിട്ട് ആ ഒരു ഹോളുണ്ട്, അതിലൂടെ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ കണ്ടോ. ഇതിനുള്ളിലാണ് നെല്ല് മെതിക്കുന്നത്. നമ്മൾ പണ്ട് കല്ലിലൊക്കെ അടിച്ച് മെതിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഇതിനുള്ളിൽ നടക്കും. ഇതിനുള്ളിൽ നടന്നിട്ട് മെതിച്ചിട്ട് ബാക്കിയുള്ള കച്ചി ഉണ്ടല്ലോ അത് ഇതിന് പുറത്തേക്ക് ചാടും. എന്നിട്ട് ഇവിടേക്ക് വരും നെല്ല്. ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഇവിടെ, ഇതിനുള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ആ മെതിച്ചിട്ടുള്ള നെല്ല് വന്ന് ചാടാൻ പോണത്. അപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പുകളുണ്ട്. എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന നെല്ല് കുറേ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, അത് ഇവിടെ വന്ന് വീഴും. അത് അരിച്ചിട്ട് താഴത്തെ സ്റ്റെപ്പിലേക്കാണ്. ആ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെയാണ് അത് നടക്കുക. അപ്പോൾ അതിങ്ങനെ അരിച്ചരിച്ച് ചാടും. താഴെ ചാടി അപ്പം അതിന് ഇതിനെ പുറത്തേക്ക് അടിക്കും, പുറത്ത് പോവുകയും ചെയ്യും. അത് അപ്പോൾ കുറച്ച് നെല്ല് പിന്നെ ഉണ്ടാവുമല്ലോ, അത് ഇതിലൂടെ വീണ്ടും ഈ ഒരു സെക്ഷനിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും താഴെ ചെന്ന് വീണ്ടും ഫിൽട്ടർ ചെയ്ത് ഇത് വീണ്ടും വരും. അപ്പോൾ ഒരു നെൽമണി പോലും വേസ്റ്റ് ആവാതെ വീണ്ടും അത് ഫിൽട്ടർ ചെയ്ത് ഉള്ളി. അപ്പോൾ ഈ വേസ്റ്റ് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. പിന്നെ അവർ ഇതെല്ലാം ഇതിനൊരു ടാങ്ക്, ഒരു പൈപ്പുണ്ട് മേളിലേക്ക് വരുന്നത്. ആ മേളിലേക്ക് വരുന്ന പൈപ്പില്ല, അതിലൂടെ പോയിട്ട് ഇതിലൂടെ സ്റ്റോറേജ് ഉണ്ട്. ഈ സ്റ്റോറേജ് ടാങ്കാണ്, അതിലേക്ക് ഈ നെല്ല് സംഭരിച്ച് വെക്കും. എന്നിട്ട് ആ ടാങ്ക് ഫുള്ളായി കഴിയുമ്പോൾ ഇതിലുണ്ട്, ഇതിലൂടെ നെല്ല് വന്ന് പുറത്തിടുന്ന സ്ഥലം. ഇത് എപ്പോഴും ചാടില്ല. ഇതെന്ത് ചെയ്യും, ആ ടാങ്ക് ഫില്ലായി കഴിയുമ്പോൾ ഇവരൊരു സ്ഥലത്ത് കൊണ്ടുവരും. അങ്ങനെ ടാർപ്പോളിൽ ഇട്ടിട്ട് അതിലേക്ക് ചാടിക്കും. ഇത് വീണ്ടും പോയിട്ട് ഇത് കൊയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം നമുക്കിനി കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പറേറ്റർ അല്ലേ, ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. വലിയ മെഷീനാണെങ്കിലും സിമ്പിളായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൊയ്യുമ്പോൾ കാണാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വെയിലൊക്കെ അത്യാവശ്യം ഉദിച്ചു, മഞ്ഞൊക്കെ വറ്റി തുടങ്ങി. മഞ്ഞിങ്ങനെ നെല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അതൊന്ന്
ആവിയായി പോയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നെല്ല് കൊയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, 1.5 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ മെഷീൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കൊയ്യാൻ വേണ്ടി. കൊയ്യുന്നത് കാണാം നമുക്ക്. കൊയ്ത്തഞ്ചി വരുന്നുണ്ടോ? അരുണേട്ടൻ ഇവിടുത്തെ വരമ്പ് ഒന്ന് കീറി കൊടുക്കാണ്ട് വണ്ടിക്ക് ഒന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അരുണേട്ടന്റെ കൊത്തൽ അങ്ങനെയാണ്, കുറച്ച് ഉറക്കെ കൊത്തുക. നമ്മളെല്ലാരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത നെല്ല് കൊയ്യണ സംഭവം ഇപ്പോൾ തുടങ്ങാൻ പോവാണേ. ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം എന്നിട്ട് ഈ നെല്ല് കൊയ്യുന്നത് കാണണമെന്ന്. മലാവിലിരിക്കുമ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട് കൊയ്ത്ത് കഴിഞ്ഞു, പാടത്ത് നെല്ലും, അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നെല്ല് കൊയ്യണതൊക്കെ ആവണേന്ന്. എന്തായാലും കറക്റ്റ് ടൈമിന് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടോ. അപ്പം അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ അച്ഛൻ വന്നേ. അപ്പോൾ വണ്ടിക്ക് പോകാനുള്ള ഭാഗം അരുണേട്ടൻ എന്തായാലും കൊത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ കൊത്തലും കളിക്കലൊന്നും ഇല്ലല്ലോ. ഈ ബേക്കറി കണ്ടോ? ഈ ബേക്കറി കാണുന്ന പറഞ്ഞാൽ നെല്ല് മെതിച്ചിട്ട് വരുന്ന പൊടികളൊക്കെ കേട്ടോ അത്. നെല്ല് കൊയ്ത് പോകുമ്പോൾ കണ്ടേ ഇങ്ങനെ കറക്റ്റായിട്ട് കൊയ്ത് പോകുന്നുണ്ട്. അതിനകത്ത് ഒരു മണി നെല്ല് പോലും ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ? കൃത്യമായിട്ട് ഒരു തുള്ളി പോലും ഇല്ലാതെ കൊയ്തെടുക്കുന്നത്. എനിക്ക് നമ്മൾ കൈ കൊണ്ട് മെതിച്ചാൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല അല്ലേ? കണ്ടോ?
ഇനിയിപ്പോൾ അമ്മയ്ക്ക് എത്രമാത്രം നെല്ല് കിട്ടുന്നുള്ള ടെൻഷനായിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇതൊരു ഒരു കണ്ടത്തിന്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും. റൗണ്ട് ആവാൻ തീർന്നു കഴിയുമ്പം സെന്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാർപോളിൽ ഇടും. എന്നിട്ട് അതിലേക്ക് നെല്ല് അവർ കൊട്ടിയിടും. ഇനിയിപ്പോൾ അങ്ങനെ പോയി റൗണ്ട് അടിച്ച് വരും. ഒരു സൈഡിലേക്ക് ഇങ്ങനെ കച്ചി കണ്ടോ, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് വേണം. അങ്ങനെ നെല്ലൊന്നും ഇല്ല കേട്ടോ, നെല്ലൊക്കെ വളരെ കുറവ് മാത്രമേ വേസ്റ്റ് ആവുന്നു. അമ്മേന്റെ കൂടെയുള്ള പ്രധാന കർഷകരാണ് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് കമ്പനിയായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. എല്ലാം വളം ഇടുന്നതും ഞങ്ങളെല്ലാം ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചാണ് എല്ലാം. അമ്മേനെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അമ്മ പറയാം ഹംസാക്കാനെ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയാ. ഇവരാണ് ഇവിടെ പണ്ടുതൊട്ടേയുള്ള കൃഷിക്കാരും. കൃഷി ഒരു സന്തോഷമല്ലേ? അതെ, ഹംസാക്ക് 10-30 വർഷമായിട്ട് കൃഷി ചെയ്യാൻ, ഇവരൊക്കെ കൃഷി തന്നെ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു കർഷക കുടുംബമാണെന്ന് പറയണത്. ഹംസാക്കാന്റെ പടം കൊതി കഴിഞ്ഞോ? ഇത് രണ്ടും ഹംസാക്കാരനും ജോസേട്ടൻ്റെ 2 പാടാട്ടോ. ഇത് അത് ഇന്നലെ തന്നെ കൊയ്തിട്ടുണ്ടായിരുന്നു. സുമിയൊക്കെ ഇവിടെ ചെറിയ ചെറിയ കതിരുകളൊക്കെ പിറക്കിയിടാണ്. സൈഡിലൊക്കെ 1-2 കതിരൊക്കെ അതിന്റെ മേളിൽ ഇടൂ. അതിന്റെ മേളിൽ കിട്ടായി. അത് നല്ല കതിരൊക്കെ ഓടിക്കണം. ആയിക്കോട്ടെ. ഫുള്ള് പാടം എന്ന് പറഞ്ഞാൽ 53 സെന്റ് സ്ഥലം കേട്ടോ. ഇത് 1 മണിക്കൂർ കൊണ്ട് ഇവര് കൊയ്ത് കഴിയും. കൊയ്ത് മെതിച്ച് നെല്ലാക്കും. ഒരു 10 പേരെടുക്കേണ്ട പണിയല്ലേ? 10 പേരല്ല, പിന്നെ നെല്ല് കൊയ്യല് മാത്രമല്ല, കൊയ്ത് ഇത് മെതിക്കണം. അതെ, പിന്നെ ചേരണം, പിന്നെ എന്തെല്ലാം പണി, അത് പേറ്റിയെടുക്കണം. ഒത്തിരി പണിയാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടി നെല്ല് നെല്ലാക്കി കിട്ടും, കച്ചിയായി വേറെ കിട്ടും.
പിന്നെ നമുക്കിന്ന് ഉണക്കുന്ന പരിപാടിയുള്ളൂ, വേറൊന്നുമില്ല. അതെ, ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറ്റേ വേറെ മെഷീൻ വരും തുടങ്ങി കഴിയുമ്പോൾ. കച്ചി തുടങ്ങി കഴിയുമ്പോൾ വേറെ വിഷയം വന്നിട്ട് കച്ചി റോളാക്കും. അങ്ങനെ റോളാക്കി ഇങ്ങനെ പോകും. ഇപ്പൊ കണ്ടോ നെല്ല് ലൈൻ കണ്ടോ, കച്ചി ഇങ്ങനെ ലൈനായിട്ട് ഇവിടെ നടക്കും. ഇപ്പൊ 3 വരിയായി നടക്കണം. അടുത്ത വരി ഇവിടെ വീഴും. അപ്പൊ നമ്മളെ പാടത്തിന്റെ പകുതി കൊയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പുറത്തെ പകുതി കൊയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എത്ര പെട്ടെന്നറിയാം ഈ ഭാഗമൊക്കെ കൊയ്ത് കഴിഞ്ഞ്. അപ്പൊ ആൾക്കാരെ നിർത്തി നമ്മൾ പണി എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണം, എത്രത്തോളം ചെലവ് വരും എന്നറിയോ. നമ്മൾ ഇങ്ങനെ പണ്ടത്തെ പോലെ ആൾക്കാരെ നിർത്തി വെട്ടി അതൊക്കെ ചെയ്ത് എല്ലാം വരുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസ് ആവും കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കിട്ടുന്ന ലാഭവും കുറച്ച് കുറയും. പക്ഷേ ഇതുപോലെ ഇങ്ങനെ മെഷീൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് കൊയ്ത് കഴിയും കേട്ടോ. നമ്മളിതൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കാണാനല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ചിന്തിക്കും എത്രത്തോളം തലയുള്ള, അതായത് എത്രത്തോളം ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാന്ന്. എത്ര നീറ്റായിട്ട് കൊയ്യുന്നുണ്ടെന്ന് അറിയാം. ഒരു നെൽമണി പോലും പുറത്ത് പോകുന്നില്ല കേട്ടോ. പുറത്തേക്ക് പോകുന്ന മൊത്തം പതിരാണ്, അതായത് നെല്ലില്ലാത്ത ഉള്ളിലൊന്നുമില്ലാത്ത പതിര് മാത്രമാണ് പോണത്. അത്രയും സൂക്ഷ്മതയോടെയാണ് ഇത് ഓരോ കാര്യങ്ങളും ആവുന്നത് കേട്ടോ. അതായത് നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കും. അതായത് വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ട് അരി മാത്രമായിട്ട്, അരിയല്ല നെല്ല് മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടാങ്കിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്ററിലായിട്ടാണ് കേട്ടോ, ഇവിടെ നല്ലോണം വെയിലിട്ടിട്ടുണ്ട്. അപ്പം ഈ സെൻറ്ററിലായിട്ടാണ് നമ്മൾ നെല്ല് ഉണക്കാൻ വേണ്ടി പോണത്. ടാർപ്പ വിരിച്ചിട്ട് അമ്മ വന്നു. അമ്മ വരുന്ന അമ്മേൻ്റെ ആങ്ങളാണ് കേട്ടോ, അമ്മേൻ്റെ ഏട്ടനാണ് മോനമ്മാവൻ. അപ്പം എല്ലാവരും പാടത്ത് കൊയ്ത്തായതുകൊണ്ട് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയും അരുണേട്ടനും ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്, ടാർപ്പായൊക്കെ ഇവിടെ വിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സെൻറ്ററിലാട്ടോ നല്ല വെയിലിട്ടണേ. ഇപ്രാവശ്യം എല്ലാവരും പാടത്ത് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കണത് നെല്ല്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവരും അവനവൻ്റെ വീടിൻ്റെ മുറ്റത്തും അങ്ങനെയൊക്കെ ആയിരുന്നു ഉണക്കിയത്. പക്ഷേ ഇപ്പോൾ മഴ ഇല്ലല്ലോ, മഴ ഇല്ലാത്ത സമയത്താണല്ലോ കൊയ്ത്. അതുകൊണ്ട് എല്ലാവരും പാടത്തിൻ്റെ നടുവിലാണ്. അത് ഇന്നലെ കൊയ്ത് ചേട്ടൻ്റെ പാടത്താണ്. അവരവിടെ നെല്ല് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഇനി ആ വണ്ടിയിലുള്ള ടാങ്ക് നിറയുമ്പോഴാണ് നെല്ല് ഇവിടെ അവർ കൊണ്ടു തരിക. ടാങ്ക് നിറയണവരെ കൊയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ വണ്ടീൻ്റെ ഉള്ളിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ കൊയ്യണ വണ്ടിയാണ് കേട്ടോ. കൊയ്യണ വണ്ടിയല്ല, കൊയ്യണ യന്ത്രമാണ്. അപ്പോൾ ഇതേ ടാർപ്പായൊക്കെ കൊണ്ട് അമ്മ അരുണേട്ടനും വരുന്നുണ്ട് കേട്ടോ ഇവിടെ നടുവിലിടാൻ വേണ്ടി. ശരിക്കും ഈ സമയത്ത് ഞങ്ങൾ വെക്കേഷന് വന്നത് ഞങ്ങളുടെ എന്താ പറയുക ഒരു പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം എന്നാണ് പറയാം. കാരണം ഇതൊക്കെ കാണാനും എല്ലാത്തിനും പറ്റി, ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി. അപ്പം ഇനി ഇതൊക്കെ വിരിച്ച് ഇവിടെ നെല്ല് ഏകദേശം ആ ടാങ്കിൽ ഫുള്ളാവാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇവിടെ ടാർപ്പായൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണേ. നെല്ല് 3/4 ഭാഗം കൊയ്തു. അപ്പോൾ ഇനി നെല്ല് ഈ ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്, ഇവർക്കുള്ള കപ്പാസിറ്റി ഫുള്ളായി. അപ്പോൾ അവരത് ഈ ടാർപ്പായിലേക്ക് ഇടാൻ പോവാണ്. പണ്ടൊക്കെ ഇങ്ങനൊന്നും നെല്ലായി കിട്ടാൻ എത്ര പണിയാണെന്നറിയോ. ഇത് കച്ചി ഇവിടുന്ന് കൊയ്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള വീടിൻ്റെ തൊട്ട് മുമ്പിൽ തറവാട്, അവിടെ മുറ്റത്ത് കൊണ്ടിട്ട് കല്ലിൽ മെതിച്ച് എടുക്കണം. ആ വീശല് പാറ്റൽ എന്തോരം പരിപാടികളാണെന്നറിയോ. അതൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. ഒരാഴ്ച കൊണ്ട് തീരേണ്ട പരിപാടിയാണല്ലേ, മണിക്കൂറുകൾ കൊണ്ട് തീർക്കുന്നത്. ആ
ഇവിടെ കൃഷി ചെയ്തേ ഒരാള് മാത്രമായിട്ട് ഈ പാടത്ത് പണിയെടുത്തിട്ടുള്ളത്. എല്ലാം ഒരു പുല്ല് വരെ തന്നെ പച്ചയ്ക്ക് ഒരാളെ വെപ്പിക്കാതെ ഇങ്ങനെ അത്രയും അമ്മ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിട്ട് ഇതാക്കിയത്. ഇപ്പോഴും പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് മടുപ്പില്ലേന്ന്. ഇവർക്കൊന്നും മടുപ്പല്ല കേട്ടോ. അതായത് ഈ അമ്മയുടെ ഒക്കെ മക്കളല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ മടുപ്പ് വരിക? നമ്മൾ നട്ട് വളർത്തിയ നമ്മുടെ നെല്ല് ഞങ്ങൾ ഇപ്രാവശ്യം പുഴുങ്ങും കേട്ടോ. കുറച്ച് നെല്ല് പുഴുങ്ങി കുത്തും ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മ നെല്ല് ആക്കിയിട്ട് ഗവൺമെൻറ് കൊടുക്കുക ചെയ്യുക. ഗവൺമെൻറ് വന്ന് കൃഷി ഓഫീസിലേക്ക് നെല്ല് കൊടുക്കുക ചെയ്യുക. ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഒരു ചെമ്പ് നെല്ല് പുഴുങ്ങുന്നുണ്ട്. എന്തായാലും ബാക്കി കൊടുക്കും. മണമെന്നറിയോ? ഇത് ഉണങ്ങുമ്പോൾ വേറെ മണം കേട്ടോ. കൃഷിയിലേക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കൃഷിയുടെ ഒരു സന്തോഷം ഹാപ്പിനെസ് ഒന്നും വേറെ എവിടെയും കിട്ടൂല. ഇനി നിരത്തണം, ഫുള്ള് നിരത്തിയിടും ഉണങ്ങാൻ വേണ്ടി. ഇപ്രാവശ്യം ചെയ്തത് മറ്റേ ചുമന്ന അരിയാണല്ലേ, മട്ടരി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് പച്ചരി ആയിരുന്നു. പിന്നെ ചോറിന് വേറെ ടേസ്റ്റ് കേട്ടോ. അമ്മ വീട്ടിൽ വരുമ്പോ ഈ ചോറ് എപ്പോഴും ഉണ്ടാവുക. അമ്മമ്മ പുഴുങ്ങിയ അടിപൊളി ചോറ്, അതും കുത്തിരിച്ചോറ്. കുത്തിരിച്ചോറ് എന്തെങ്കിലും ഒരു കറി മതി, അന്യ ടേസ്റ്റാ. ഇപ്പോഴും എനിക്ക് അതിന്റെ ടേസ്റ്റ് വാരി വരും. ഇപ്പഴത്തിൽ നമ്മുടെ അവസാനത്തെ ഒരു ലൈനും കൂടെ ഇപ്പൊ കൊയ്യാൻ പോവാ കേട്ടോ. അതിലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ആണെങ്കിൽ കയറിയോ? ഈ ഒരു വരിയും കൂടെ കൊയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മുടെ നെല്ല് കൊയ്യൽ ഈ വർഷത്തെ. ഇനിയിപ്പോൾ കച്ചി റോളാക്കാൻ വണ്ടി വരും, നിലം പിന്നെയും പൂട്ടാൻ വേറെ വണ്ടി വരും. കൊയ്ത്തൂടെ അവസാനിച്ചില്ലേ? അങ്ങനെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതെ, അത് നല്ല വിളവുണ്ട് അമ്മയ്ക്ക് ഇപ്രാവശ്യം. അച്ഛനും അമ്മയും അരുണേട്ടനും. അപ്പൊ നമ്മൾ കൂട്ടിയിട്ടിട്ടുള്ള നമ്മുടെ നെല്ലൊക്കെ നിരത്താണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നല്ല വെയിൽ വരുന്ന സമയമാണ്, 10:30 ആയിട്ടുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ഫുൾ വെയിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പൊ തന്നെ
കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളോട് മറ്റൊരു എപ്പിസോഡിൽ വരാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെല്ല് കൊയ്യാനുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലോ കർണാടകയോ ഒറീസയിലോ എവിടെ വേണേലും ഇവർ വരും, ഇത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം.